തലസ്ഥാനത്തിൻ്റെ വഴികളിൽ കുതിരപ്പടയെ കാണാത്തവർ ചുരുക്കമാകും. സുരക്ഷയൊരുക്കാനെത്തുന്ന കുതിരപ്പടയെ സജ്ജമാക്കുന്നത് പരിശീലനവും പരിപാലനവുമാണ്. ഓരോരുത്തരായി തയ്യാറെടുപ്പ് തുടങ്ങും. കുതിരസേന പ്രയാണം തുടർന്നപ്പോൾ രൂപവും പേരും മാറി. തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രൂപീകരിച്ച കുതിരപ്പട്ടാളം രാജ് പ്രമുഖാസ് ബോഡിഗാർഡായിരുന്നു. അത് പിന്നീട് 1961 കേരള പോലീസ് സേനയുടെ ഭാഗമായ മൗണ്ടഡ് പോലീസായി. ഇതിന് റൈഡിംഗ് സ്കൂൾ എന്നാണ് പറയുന്നത്. പരേഡിൻ്റെ ഭാഗമായിട്ട് കുതിര 3 രീതിയിലാണ് പോകുന്നത്. ഒന്ന് വാക്ക് മാർച്ച്, അതിനുശേഷം കുറച്ചുകൂടെ സ്പീഡ് കൂടി ത്രാട്ട്, അത് കഴിഞ്ഞ് പിന്നെ കെൻഡർ, അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് ഗ്യാലപ്പ് എന്ന് പറയുന്നത്. അതപ്പോൾ മാക്സിമം നല്ല സ്പീഡായിരിക്കും. പതിനൊന്ന് കുതിരകളാണ് നിലവിൽ സേനയുടെ ഭാഗമായിട്ടുള്ളത്. കുതിരകൾ 3 വയസ്സ് മുതൽ ഉള്ള കുതിരകളാണ്. അതിന് നമ്മുടെ ഈ ജോലിക്ക്, അതായത് നമ്മുടെ നിത്യേനയുള്ള റൊട്ടീൻ വർക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു 18 വയസ്സ് വരെ, മാക്സിമം 20 വയസ്സ് വരെ. അത് കഴിയുമ്പോഴത്തേക്ക് കുതിരകളെ ഇവിടെ തന്നെ പരിപാലിച്ച് നമ്മൾ അതിന് റിട്ടയർമെൻറ്റ് ജീവിതം പോലെ. വേഗത, ചടുലത, ആകാരഭംഗി ഇവയ്ക്ക് പേരുകേട്ട ഇനമാണ് തോറോ ബ്രീഡ്. 11 കുതിരകളിൽ ഏറ്റവും കൂടുതൽ സർവീസുള്ള കുതിരയാണിത്. 6 ഐറ്റം ഉള്ള ഫുഡ് ഐറ്റംസ് ഉള്ള സമീകൃതമായ ഒരു ആഹാരമാണ്. പ്രധാനമായിട്ട് ഹോഴ്സ് ഗ്രാം, ഓട്സ്, വീറ്റ് ബ്രൗൺ, പിന്നെ ലിൻസീഡ് എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് ഈ ബോഡിക്ക് തിളക്കം കിട്ടുന്ന ഒരു ഭക്ഷണ സാധനമാണ്. പിന്നെ ഗോതമ്പ് തവിട്, സോയാബീൻ ഉണ്ടാവും. ഗ്രൂം ചെയ്യുന്ന സൈസേഴ്സാണ്. അവർക്ക് സൈസന്മാരെന്നാണ് പറയുന്നത്. ഇവർ വന്ന് ആദ്യം കുതിരയൊന്ന് മൊത്തത്തിലൊന്ന് നോക്കി, വല്ല മുറിവുകളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയ ശേഷം നമ്മൾ വൈക്കോൽ ഉപയോഗിച്ച് ബോഡി മുഴുവൻ ഉരച്ച് മസാജ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതിനുശേഷം കുതിരയുടെ കാല് ക്ലീൻ ചെയ്യുന്നൊരു ചടങ്ങാണ്. ഒരുക്കം പൂർത്തിയായാൽ ദൗത്യത്തിനിറങ്ങും. ഈ മഴ സമയത്തൊക്കെ ലൈനൊക്കെ ഈ പൊട്ടിക്കിടക്കുന്നത് കണ്ട് ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇങ്ങനെ ഹായ് പറയാനും. അങ്ങനെ കുട്ടികളെയൊക്കെ ഞങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമാണ്. മൊത്തം 20 കിലോമീറ്ററോളം ഞങ്ങൾ നടക്കുന്നുണ്ട്. അതേ പോലീസ് പ്രസൻസ് നമ്മൾ ചിലർക്ക് എല്ലായിടത്തും ജീപ്പ് എത്തുന്നില്ലല്ലോ, അവിടെയൊക്കെ ഈ കുതിരയുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് മൗണ്ട് പോലീസിന്റെ ഭാഗമായിട്ടുള്ളത്. ബിജു VS-നും സുജിത് MS-നുമൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് തന്നെ നമ്മുടെ ഉണ്ട്. രാഹുൽ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ആ കുതിരയും അതിന് പുറത്ത് കയറിയിട്ട് ഇങ്ങനെ പോലീസുകാരൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക തരം ചന്തം തന്നെയാണ്. നമ്മുടെ കാവലിന് വേണ്ടിയിട്ടാണ്, നാടിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും. ശരിയാണ്, എപ്പോഴും നോക്കിയിരുന്നു പോവും. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ചരിത്രം കേൾക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇപ്പോൾ 11 പേരാണുള്ളത്. പുതിയ അതിഥികൾ എത്താൻ പോകുന്നുണ്ടല്ലേ? തീർച്ചയായും പുതിയ അതിഥികൾ എത്താൻ പോവുകയാണ്. സാങ്കേതികമായൊരു വിഷയം മാത്രമാണ് മുന്നിലുള്ളത്. പുതിയ ഇനം കുതിരകൾ സംഘത്തിൻ്റെ ഭാഗമാകുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇത് കാണണമെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ പോകണം. രാവിലെയാണ് പെട്രോളിംഗ്, പിന്നെ രാത്രിയുമാണ് പെട്രോളിംഗ് ഉള്ളത്. അതായത് പോലീസ് ജീപ്പിന് പോകാൻ കഴിയാത്ത ഇടവഴികളിലൂടെ പോകുന്നു. അപ്പോൾ കുറേയധികം ആളുകൾ പറഞ്ഞു സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുതിരയെ കാണുമ്പോൾ അതിന് മുകളിലിരുന്നൊരു പോലീസുകാരൻ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സുരക്ഷിതത്വം വളരെ വലുതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മളിപ്പോൾ പോയത് അതിഥി എത്തും മുൻപ് ഇവിടെ ഉണ്ടായിരുന്നവർ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് പരിശീലനം നേടുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒരേ സമയം സ്വന്തം ആരോഗ്യവും ഒപ്പം കുതിരയുടെ ആരോഗ്യവും കൂടി നോക്കണം എന്നുള്ള വലിയ ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിന് ഗ്രൂമിംഗ് എന്നാണ് പറയുന്നത്. പണ്ട് ശരവഞ്ചരത്തിൽ ജയൻ ചെയ്യുന്ന ആ കുതിരയുമായി ചെയ്യുന്ന ആ രംഗമാണ്, അല്ലെങ്കിൽ കുതിരയുമായി നിൽക്കുന്ന രംഗമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത് ഗ്രൂമിംഗ് ആണെന്നും അത് ഈ കുതിരയുടെ രക്തയോട്ടത്തിനും ഈ പറഞ്ഞ ശാരീരിക സൗഖ്യത്തിനുമൊക്കെ വേണ്ടി ചെയ്യേണ്ട കാര്യമാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നാണ്. അതിൽ എന്ത് കഴിക്കുന്നു, എങ്ങനെയാണ് ദിനചര്യ, ഈ എന്തൊക്കെ ഇനങ്ങളുണ്ട്. മാർവാരി ഇനമാണ്,
തദ്ദേശീയമായി ഉള്ള മാർവാരി ഇനമാണ് കൂടുതലും. തോറോ ബ്രീഡും നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ സർവീസുള്ള കുതിരയാണത്. ആ കുതിര ഇനി റിട്ടയർമെൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ കൗതുകകരമായ കാര്യമുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഉത്തരവാദിത്തപരമായ കാര്യമുണ്ട്. അത് ഇവർക്ക് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിക്കുകയാണ് ദൗത്യം. കൺട്രോൾ റൂമുമായി കണക്റ്റഡ് ആയിരിക്കും. അവർ കാര്യങ്ങൾ വിളിച്ചറിയിച്ച് ആളുകളെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വഴിയിൽ കിടക്കുന്നവർ, വഴിയിൽ ഈ പറയുന്ന ആശങ്കയേറ്റ് നിൽക്കുന്നവരെ എല്ലാം ആശ്രയമാകുന്ന ഈ കുളമ്പടി വെച്ചയാണ്. ഈ കുളമ്പടി വെച്ച കേൾക്കണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാവിലെയോ രാത്രിയോ നിരത്തുകളിൽ ഇറങ്ങി ഒന്ന് കണ്ണോടിച്ചാൽ ഇവരെ കാണാൻ കഴിയും. കാരണം നമുക്ക് ചുറ്റും ഈ കുതിരക്കണ്ണുകളും ഒപ്പം പോലീസുകാരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. അതെ, തീർച്ചയായിട്ടും.